ഫ്രണ്ട്സ്, ഞാൻ ചമ്മശ്ശേരി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ നമ്മളൊരു അൽഫാം റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രില്ലാക്കി മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഇതിനകത്ത് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ച് നമ്മൾ കനലിൽ ചുട്ടെടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞു വലിച്ചു വിടുന്നില്ല, നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്ത് മാറ്റാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മാരിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കും. ഇത് അടച്ചു വെക്കും. തുറന്നു പോകാതിരിക്കാനായിട്ട് ഇപ്പോൾ ഹാൻഡിൽ വെച്ചിട്ടില്ല, ഹാൻഡിലില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ ടൈ വെയർ ഉണ്ട്. അതേമാതിരി തന്നെ ഒരു ടൈ വെയർ വെച്ചിട്ട് ഇതേപോലെ ഒരു പ്ലെയർ വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ നല്ല ടൈറ്റായിട്ട് ഇരുന്നത്. എന്നിട്ട് ഈ ഒരു ഫേസ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ അടിയിലത്തെ ഭാഗം എന്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പാക്കാം. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രില്ലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ചിക്കൻ വെക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിക്കൻ കയറി പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ചിക്കൻ ഇവിടെ 4 വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതേപോലെ കത്തി വെച്ചിട്ട് ഇത് വരഞ്ഞ് കൊടുക്കുക. ചിക്കനുമ നമ്മുടെ മാരിനേറ്റ് ചെയ്യുമ്പോൾ മസാലയൊക്കെ ശരിക്കും ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി അപ്പോൾ നമ്മുടെ മിക്സൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂണോളം ചെറുജീരകം വേണം. പിന്നെ ഒരു 4 ഏലക്ക, ഒരു 5-6 ഗ്രാമ്പു, പിന്നെ 2 സ്പൂണോളം മുളക് പൊടിയാണ്. ഞാൻ സാധാ മുളക് പൊടി അവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ചെറിയ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി വേണം. സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പും ഇട്ട് നന്നായി ഒന്നുകൂടി നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിക്സൊക്കെ നല്ല കറക്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ബാർബിക്യൂ മസാലയാണ്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മിനിമം 6 hours കഴിഞ്ഞതിന് ശേഷം ചിക്കൻ കുക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കനലുണ്ടാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ചാർക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ ചിക്കൻ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 7 മണി അടുത്തായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇത് ക്ലിക്കൂടിനകത്ത് ഇതേപോലെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇത് 4 സൈഡ് ഇതേപോലെ ടൈ വെയറോ മറ്റെന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. പെർഫെക്റ്റായിട്ട് ആ ഗ്രില്ലിനകത്ത് ലോക്കായിട്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ സൈഡും നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്.